ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചെറിയൊരു കാര്യം പറയാനായിട്ടാവുന്നുള്ളത്. വീക്കെൻഡ് കഴിഞ്ഞു, ഡ്യൂട്ടിക്ക്. അപ്പോൾ ഈവനിങ് ഷിഫ്റ്റാണ്, പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഇത്തിരി നേരത്തെ ഇറങ്ങി. അപ്പോൾ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഇവിടുത്തെ വണ്ടികളെ കുറിച്ച്, വണ്ടികൾ എടുക്കുന്ന രീതികൾ, കാര്യങ്ങൾ. പഴയ വണ്ടികൾ വളരെയധികം അവൈലബിൾ ആണ് ഇവിടെ ഫിൻലാൻഡിൽ. അപ്പോൾ ഒക്കെ നോക്കിയെടുക്കുക. നമ്മൾ പേഴ്സണലായിട്ട് പോയിട്ട് എടുക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിച്ചത് എടുക്കുക. കാരണം ഇവിടെ ലേബർ ചാർജൊക്കെ വളരെയധികം കൂടുതലാണ്. വണ്ടി എടുത്തിട്ട് നമുക്ക് വലിയ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പൈസ ചിലവാകും നമ്മുടെ. ആ വണ്ടി എടുത്തതിനേക്കാളും കൂടുതൽ പൈസ അതിന് ചിലവാകേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഞാൻ ഒരുവിധം പൈസ ഇത്തിരി ഒരു 1000 രൂപ കൂടുതൽ ആണെങ്കിലും അത് കൂടുതൽ വരും. എങ്ങനെ വന്നാലും നമുക്ക് ഗ്യാരണ്ടി തരും നമുക്ക് ഷോറൂമുകളിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ. അപ്പോൾ അത്യാവശ്യം നമ്മൾ നോക്കുക, പോയിട്ട് നോക്കിയൊക്കെ എടുക്കുക. കാരണം ഒരുവിധം ഏജൻസികളും ഈ വണ്ടി വിൽക്കുന്നവരും നമ്മളെ പറ്റിക്കും. കാരണം അതിനെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കംപ്ലയിൻസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇവിടെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് വണ്ടി വേണം. ഇതൊന്നും ഇല്ലാതെ നമുക്കൊന്നും നടക്കില്ല, ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ വണ്ടിയൊക്കെ വർക്ക്ഷോപ്പിലിട്ട് കഴിഞ്ഞാൽ ഒരു അപ്പോയിൻമെൻറ്റാണ്. അപ്പോയിൻമെൻറ്റ് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ കിട്ടുക, 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ കിട്ടുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേജർ കംപ്ലയിൻസ് ഒക്കെ വണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടവിടെ എടുക്കുള്ളൂ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സൈക്കിളിലേക്ക് പോകേണ്ടി വരും, ബസ്സിലൊക്കെ പോകേണ്ടി വരും. വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പറയേണ്ടി വരുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഓരോ എക്സ്പീരിയൻസുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു വണ്ടി എടുത്തു. എൻ്റെ കയ്യിൽ വേറൊരു നല്ല വണ്ടി ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് വേറൊരു വണ്ടി എടുത്തു. ഇപ്പോൾ കൊറോള, എനിക്ക് ആഗ്രഹം കൊണ്ട് ഞാൻ കൊറോള എടുത്തു, ടൊയോട്ട കൊറോള. അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് വണ്ടി ആയതുകൊണ്ട് തന്നെയാണ് ഞാനത് ചൂസ് ചെയ്തത്. പിന്നെ സെഡാൻ കാറ് ആണ്. അപ്പോൾ ഇതിൽ ചെറിയ കംപ്ലയിൻസുകളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ നൈസ് കംപ്ലയിൻസ് ആയിരുന്നു. അതായത് ഓടിക്കുമ്പോൾ നല്ല AC ഇടുമ്പോൾ ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയ കംപ്ലയിൻ്റ് ആണ്. അതിൻ്റെ ബെൽറ്റ് ലൂസായിരുന്നു. അപ്പോൾ എനിക്ക് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, 6 മാസം ഗ്യാരണ്ടി ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ നേരെ ഞാൻ പോയി അവരുടെ അടുത്ത് പോയി ഇതിന് കംപ്ലയിൻറ്റ് പറഞ്ഞു, ഇന്നമാതിരി കംപ്ലയിൻ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ അവർ ബുക്കിംഗ് ഡേറ്റ് തന്നു. ഞാൻ പോയി അത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തന്നു. അവർ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് ക്ലിയർ ചെയ്ത് തരും. കാരണം ഗ്യാരണ്ടി ഉള്ള സർവീസ് ഉണ്ടാവണം നമുക്ക്. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക, അതിവിടെ വളരെ ശ്രദ്ധിക്കുക. വേറെ മേജർ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ ചിന്ന പ്രോബ്ലംസ് ഉള്ളൂ. പക്ഷെ ഞാനത് എന്തായാലും വണ്ടി നമ്മളവിടെ ഏജൻസിയിൽ നിന്ന് വാങ്ങിച്ചല്ലേ, അപ്പോൾ അത് കാരണം അങ്ങനെ അവരുടെ അടുത്ത് കൊണ്ടുപോയി നമ്മൾ ചെയ്യിപ്പിച്ചു. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്. ഇവിടെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സേഫാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. ഇവിടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, വണ്ടിയൊക്കെ ഇപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചൊക്കെ എടുത്തിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എക്സ്പെൻസീവ് കാറുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെയധികം പൈസ ചിലവാകും. ഒരു രക്ഷയില്ല. നിങ്ങൾ ശരിക്കും ഞാൻ 20 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 50 ലക്ഷം രൂപയുടെ വണ്ടി എടുത്തു, നല്ല പുത്തൻ വണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പെട്ട് കിടക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ആളുകളിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെ ഒരിക്കലും നമ്മൾ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനൊരു കാർ എടുത്തു. ഒരു സ്റ്റോറിയാണ് പറയണത്. ഒരു കാറ് ഞാൻ യൂറോപ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ നാട്ടിൽ വരുന്ന കാറ് വേണമെന്നുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ കാറ് എൻ്റെ ഉണ്ടായിരുന്നില്ല, പഴയ കാറ് വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാറ് എടുത്ത് എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ അവന് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ എടുത്തത് സ്വിഫ്റ്റ് ആയിരുന്നു, സിൽവർ സ്വിഫ്റ്റ്. അപ്പോൾ എടുത്ത ആളുകൾക്കറിയാം, അല്ല എടുത്ത അവിടുത്തെ അതിൻ്റെ പഴയ ഓണറൊക്കെ നമ്മളെ ഇപ്പോഴും വാട്സപ്പിലുണ്ട്. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അത് കാരണം ഞാൻ നാട്ടിൽ എൻ്റെ ഒരു വോൾസ് വാഗൻ്റെ വണ്ടി ഞാൻ വിറ്റപ്പോൾ ഞാൻ കംപ്ലീറ്റ് വീഡിയോ ഇട്ടിട്ടാണ് വിറ്റത്. കാരണം ഒരു ആളുകൾക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. കാരണം നമ്മൾ പണിയെടുത്തിട്ട് ഉണ്ടാക്കുന്ന പൈസയാണത്. അത് വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള പൈസയാണ് ഞാൻ വിചാരിക്കണം. കാരണം ആരെയും പറ്റിക്കാതെ നമ്മൾ ചിലരൊക്കെ ലോൺ എടുത്ത്, ചിലരൊക്കെ കൂട്ടി വെച്ചിട്ടുള്ള പൈസയൊക്കെ ആയിരിക്കും. ഞാനൊക്കെ മിക്കവാറും അങ്ങനെ തന്നെ ചെയ്യാറ്. കുറച്ച് പൈസയൊക്കെ കുറച്ച് ബാങ്കിലുണ്ടാവും, അത് എടുക്കും, പിന്നെ കുറച്ച് ലോൺ എടുക്കും, അതൊക്കെ വണ്ടി വാങ്ങിക്കുക. വണ്ടി ആഗ്രഹം തന്നെയാണ്. വണ്ടി എനിക്ക് കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഇതില്ലാതെ ലൈഫ് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ കാലത്ത്. അത് മാത്രമല്ല, അതിനോട് നല്ല ക്രൈസും കൂടിയാണ്.
അപ്പോൾ ഇങ്ങനെ ഞാൻ എടുത്ത് വണ്ടി ഒരെണ്ണം എൻ്റെ കൂട്ടുകാരൻ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഫോൺ ചെയ്ത് ഞാൻ സംസാരിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, വണ്ടി സൂപ്പർ വണ്ടിയാണ് മോനാ, നീ ധൈര്യമായിട്ട് എടുത്തോ, ഒരു കുഴപ്പമില്ല, വണ്ടിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ എന്നിട്ട് അപ്പോൾ അവനും വിളിച്ചു പറഞ്ഞു, വളരെ വളരെ സോഷ്യലായിട്ടുള്ള പെരുമാറ്റം, വളരെ എന്താ പറയുക, ഞാൻ ലോകത്ത് ഇതുപോലെ ആൾക്കാരെ കണ്ടിട്ടില്ല, അതുപോലെയൊക്കെ ഭയങ്കര സ്നേഹം. അപ്പോൾ ഇരിഞ്ഞാലോടെ പറഞ്ഞ വണ്ടി എടുത്തത്. അപ്പോൾ അതുകൊണ്ടും പറയാം. എന്നിട്ട് ഞാൻ ഇത് വീട്ടിൽ ചെന്ന് ലീവിന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അവൻ കാർ ഓടിച്ച് വരണ വഴിക്ക് ഞാൻ ഒത്തിരി അകലത്താണ് കണ്ടത്. കണ്ട വശം തന്നെ എനിക്ക് മനസ്സിലായി ഇത് അറ്റൻഷനൊക്കെ പോയി കിടക്കുക, ബോഡി അറ്റൻഷൻ ഫുള്ള് പോയി കിടക്കുക. ഫ്രണ്ടിലത്തെ അതായത് സ്വിഫ്റ്റാണ്, പഴയ സ്വിഫ്റ്റാണ്. ബോഡി അറ്റൻഷൻ മുഴുവൻ പോയി കിടക്കുക, മറ്റേ ഹെഡ്ലൈറ്റിൻ്റെയൊക്കെ അറ്റൻഷൻ മുഴുവൻ പോയി കിടക്കുക. അപ്പോൾ ബോഡിയൊക്കെ തൊട്ട് നോക്കിയപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഇടിച്ചിട്ടുള്ള വണ്ടിയാണെന്നുള്ളത്. നല്ല ഇട്ടിട്ടുണ്ട്, അതായത് ചേസൊക്കെ പൊട്ടിയിട്ട് അതിൻ്റെ ചേസിൻ്റെ അവിടെ വെൽഡിങ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇവനെ കുറ്റം പറയില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവനൊന്നും അറിയില്ല. പിന്നെ വർഷാപ്പാരൊന്നും കൊണ്ട് കാണിക്കാൻ പോവില്ല ഒരു സ്ഥലത്തേക്കും. അതൊക്കെ ഭയങ്കര ഒരു ചടങ്ങാണ്. കാരണം വർഷാപ്പാരെ കൊണ്ടുപോവുക, അവരിങ്ങനെ ചരിച്ച് പറിച്ച് നോക്കുക. ലാസ്റ്റ് നമുക്ക് ആ വണ്ടി എടുക്കാൻ പറ്റില്ല. കാരണം പഴയ വണ്ടികൾക്ക് എന്തെങ്കിലും ചെറിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ സ്വയം മനസ്സിലാക്കി കൊണ്ട് പോകണം. അത് എന്തെങ്കിലും ചെറിയ കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞ് വില പേശി, ചേട്ടാ അതിന് പ്രോബ്ലം ഉണ്ടല്ലോ, എന്തെങ്കിലും പൈസ കുറച്ച് തരുമോ എന്നൊക്കെ ചോദിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കുക, അത്ര തന്നെ. അല്ലാണ്ട് അവിടെ പോയി ഒരു സീൻ ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ പല കേസുകളും കണ്ടിട്ടുണ്ട്. സീനാണ് മൊത്തം. ഒരു വണ്ടി എടുക്കാൻ പോകണം, അയ്യോ ഇത് പ്രശ്നം. അപ്പോൾ ഞാൻ ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ നിന്നിട്ടില്ല ഇതുവരെ. കാരണം ഞാൻ വണ്ടി എടുക്കാൻ പോയിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ എന്നിട്ട് നോക്കിയപ്പോൾ ഉണ്ട് മഴയത്ത് വണ്ടി ഓടിച്ച്, അതിപ്പോൾ അറ്റൻഷനൊക്കെ ഞാൻ ബെൻലി ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞ ഓട്ടോമൊബൈൽസ് ഉണ്ട്. അപ്പോൾ ചെറിയ ടീമുകൾക്കൊന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല കറക്റ്റ് അറ്റൻഷനിൽ കിട്ടില്ല. അവരൊരു തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ വെച്ച് തരും. അപ്പോൾ ഇത് തട്ടിക്കൂട്ട് പരിപാടിയിൽ ചെയ്ത് വെച്ച് തന്നു കൊടുത്താണ് അവർക്ക്. അവർ അറിയില്ല, പൈസ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ആർഷാപ്പവർക്ക് പണി അറിയാത്തവരായിരിക്കാം കൊടുത്തിട്ടുണ്ടാവുക, മേ ബി അതായിരിക്കാം. അപ്പോൾ ഗ്ലാസ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ വന്ന വഴിക്ക് തന്നെ പറഞ്ഞു ഗ്ലാസ് മാറ്റിയിട്ടുണ്ടല്ലോടാ. അവനറിയില്ല, ഗ്ലാസ് മാറ്റിയിട്ടുണ്ട്. ഗ്ലാസ് മാറ്റി ഞാൻ കുറച്ചാൾ കഴിഞ്ഞ് ഓടിച്ചു നോക്കിയപ്പോൾ റൂഫിൽ നിന്ന് വെള്ളം വരിക. അപ്പോൾ റൂഫിൽ നിന്ന് വെള്ളം വരുമ്പോൾ വണ്ടി എങ്ങനെ ഓടിക്കും മഴയത്ത്? റൂഫിൽ നിന്ന് വെള്ളം വരുമ്പോൾ നേരെ ഞാൻ വലിയ ഓട്ടോമൊബൈൽസിൽ കൊണ്ടുപോയി കുട്ടനല്ലൂര്, അവൻ ജയൻചേട്ടൻ്റെ അവിടെ. കാരണം ഞാൻ അത് എടുത്തു പറയാൻ കാരണം ആൾക്ക് അത് ഞാൻ റെക്കമെൻഡ് ചെയ്യണം. കാരണം നല്ല പൈസയാണെന്നൊക്കെ പറയുന്ന ആളുകൾ ഭയങ്കര പൈസയാണ് അവിടെ. ഇഷ്ടംപോലെ ഫോറിൻ കാറുകളും അതുപോലെ ബെൻസും BMW ഒക്കെയാണ് ആളത് ചെയ്യണത്. അപ്പോൾ അതിൻ്റെതായ പൈസ അവർ വാങ്ങിക്കും. ഷോറൂമിൽ പോലത്തെ പൈസ അല്ല വാങ്ങണത്, അതിനാണ് കുറച്ചൊക്കെ പൈസയാണ് അവർ വാങ്ങിക്കണത്. നല്ല ടീമാണ്, അടിപൊളി ടീമാണ്, നല്ല ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ട് ചെയ്തു തരും. പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് പോകണ്ട. അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ അവിടേക്ക് കൊണ്ടുപോയി സാധനം. അവരത് ഷോറൂമിൽ നിന്ന് ഇറങ്ങണേക്കാളും സെറ്റപ്പായിട്ട് ചെയ്തു തന്നു. ആളെന്നോട് പറഞ്ഞു നീ ഈ സാധനം നീ ചെയ്തിട്ട് നീ എൻ്റെ അടുത്ത് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ചേട്ടാ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ചെയ്ത് ക്ലിയറാക്കി മുത്താക്കി തന്നാള്, ക്ലീൻ ആക്കി തന്നു. അതായത് സ്വിഫ്റ്റ് ഇറങ്ങുമ്പോൾ പുതിയ വണ്ടിയായാലും പഴയ വണ്ടികൾക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ, അതുപോലും ഇല്ലാതെ ക്ലിയറായിട്ട് എന്താ പറയുക സെറ്റപ്പായിട്ട് ചെയ്തു തന്നു, ഒന്നും പറയാനില്ല. എന്നിട്ടാണ് ഞാൻ എനിക്കിപ്പോൾ അതൊക്കെ വണ്ടി കൊടുക്കേണ്ട ആവശ്യം നാട്ടിലേക്ക് ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകണ സമയത്ത് അപ്പോൾ അത് പെട്ടെന്ന് കൊടുത്തു. കാരണം ഞാൻ പുറത്തേക്ക് പോകാൻ പിന്നെ തിരിച്ച് പെട്ടെന്ന് വരാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം അത് കൊടുത്ത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വണ്ടിയൊക്കെ ഓടിച്ച് നല്ല ക്ലീൻ വണ്ടിയായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കൊടുത്തത് നമ്മുടെ കൂട്ടുകാരനെ തന്നെയാണ്. അത് പറഞ്ഞിട്ടാണ് കൊടുത്തത് എന്തൊക്കെ അതിന് കംപ്ലൈൻറ്റ്സ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എല്ലാതും അതുപോലെയാണ് നമ്മൾ എല്ലാ വണ്ടിയും കൊടുത്തിട്ടുള്ളത് ഇതുവരെ. അപ്പം മാന്യമായിട്ട് നിങ്ങൾ കുറച്ചെങ്കിലും ജീവിക്കാൻ പഠിക്കുക, മാന്യമായിട്ട് കുറച്ചെങ്കിലും ആളുകളെ പറ്റിക്കാതിരിക്കാൻ പഠിക്കുക പ്ലീസ്. കാരണം മിക്കവാറും ആളുകൾ ഇങ്ങനെയൊക്കെ വരുന്ന ആളുകൾ പഴയ വണ്ടികളൊക്കെ എടുക്കാൻ പറഞ്ഞാൽ അധികം കുറേ പൈസ ഇല്ലാത്തവരായിരിക്കും. അതുപോലെ കഷ്ടപ്പെട്ട് നല്ല ആഗ്രഹം കൊണ്ട് ഒരു വണ്ടി എടുക്കണം, വണ്ടി വേണം, ഫാമിലി കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊക്കെ വരുന്നവരായിരിക്കും. പിന്നെ കുറേ പേര് അങ്ങനെയൊക്കെ ആയിരിക്കും. എല്ലാവരും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. ഞാൻ ചില ആളുകളുടെ കാര്യമാണ് പറയണത്, മനസ്സിലായോ? അതുപോലെ പട്ടാളത്തിൽ നിന്ന് ഒരു ടയർ എടുത്തു, അതൊരു അബദ്ധം പറ്റി. അപ്പോൾ അവർ പറഞ്ഞില്ല അത് പറഞ്ഞിട്ടുള്ള ടയറാണെന്നുള്ളത്. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത് പറഞ്ഞിട്ടുള്ള ടയറാണല്ലോ, നിനക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. എനിക്കറിയില്ല. നമ്മൾ ആ എക്സൈറ്റ്മെൻറ്റ് ഒരു എടുത്തിട്ട് ഈ സാധനം എന്നാൽ അവർ പറഞ്ഞിട്ട് വെക്കുക, അതൊക്കെയല്ലേ ചെയ്യേണ്ടത്.
നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ സാധനമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫാമിലിനെ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. നമുക്ക് ആക്സിഡൻറ്റുകൾ ഉണ്ടാവും, മനസ്സിലായോ? ഒരു കാർ എന്ന് പറഞ്ഞ സംഭവം വലിയ ചെറിയ സംഭവമല്ല, അത് മനസ്സിലാക്കണം. അത് വളരെ കുട്ടിത്തമ്പമായിട്ട് ചിന്തിക്കരുത് ആരും. വളരെ സേഫായിട്ട് പോകുന്നൊരു സാധനമാണ് അത്. പിന്നെ കാറിലിരുന്ന് കാറിലത്തെ സാധനങ്ങൾ അതുപോലെ സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. ഇത് വളരെയധികം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നിങ്ങൾ പട്ടാളത്തിൽ പോയിട്ട് എടുക്കുക, അതിൽ കറക്റ്റായിട്ട് ചേട്ടാ അത് പറഞ്ഞിട്ട് തായോ അതെന്ത് സംഭവം എന്നുള്ളത്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നോക്കുക. ടയർ വരഞ്ഞിട്ടുള്ള ടയർ ഞാൻ കറക്റ്റായിട്ട് അറിയാം. അപ്പം ചെറിയൊരു എക്സ്പീരിയൻസ് എൻ്റെ ഷെയർ ചെയ്ത് മാത്രം. ഞാൻ ഇവിടുത്തെ വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ നാട്ടിലത്തെ കാര്യം കൂടി പറയേണ്ടതായിട്ട് തോന്നി. അപ്പോൾ ഓക്കെ, അപ്പം ഞാനിതിൽ പറഞ്ഞതിൽ ആരും വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ ഒന്ന് ജസ്റ്റ് മനുഷ്യനെ ഒന്ന് ഹെൽപ്പ് ചെയ്യും ചേട്ടന്മാരെ. അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം കഷ്ടപ്പെട്ടിട്ടാണ് ഈ പൈസയൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ സീ യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ബൈ.